ചാനൽ ചമ്മീസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവാണ്. ഇതിന് മുന്നേ ബാക്ക് പാക്കിങ്ങിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ നമ്മൾ അവിടെ പോകുന്നതിന് പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് അൽമാട്ടി കസാക്കിസ്ഥാനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഷാർജയിൽ നിന്നാണ് ഫ്ലൈറ്റ്, 8:30 ഫ്ലൈറ്റ്. ഇപ്പൊ 5 പോയ വിവരം വീഡിയോസ് ആയിട്ട്. അതെ, ബാക്ക് പാക്കിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ഡേ 1 അല്ലല്ലോ, സ്റ്റാർട്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ലേറ്റ് ആയി, 8:30 ഫ്ലൈറ്റ്. 5 മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു, 5:30 ആയി. നമ്മള് എയർപോർട്ടിലേക്ക് ടാക്സി വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു ടാക്സി കിട്ടുമോ നോക്കാം. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. ചെക്കിന്നെല്ലാം കഴിഞ്ഞിട്ട്, ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇനി വീഡിയോ എടുക്കുള്ളൂ കേട്ടോ. കാരണം കുറച്ച് ലേറ്റ് അല്ല, 6:10 കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. അതെ, കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ട് ബാക്കി വീഡിയോസ് എടുക്കാം. ഓക്കെ ബൈ. നമ്മളങ്ങനെ അൽമാട്ടിക്കാണ്, കസാക്കിസ്ഥാന്റെ തലസ്ഥാനമായ അൽമാട്ടിയാണ്. എയർ അറേബ്യയാണ് ഫ്ലൈറ്റ്. 8:45 ഫ്ലൈറ്റ് ആണ്. 1:55 ഏർലി മോർണിംഗ് അവിടെ എത്തും. അവിടെ നമ്മളെ ഡ്രൈവർ അവിടെ ഉണ്ടാവും. ബാക്കിയെല്ലാ അറേഞ്ച്മെൻറ്റും നമ്മൾ ഓൾറെഡി ചെയ്തിട്ട് ആണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എയർപോർട്ടിൽ എത്തിയൊരു വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഓട് വഴി നമുക്ക് പെട്ടെന്ന് ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി പെട്ടെന്ന് കയറാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ പുറത്തേക്ക് റെഫറൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറാൻ പറ്റും. ഭയങ്കര തിരക്കാണ്. അല്ലെങ്കിൽ ഓൺലൈൻ ചെക്കിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ സിറ്റി ചെക്കിൻ ഓപ്ഷൻ ഉണ്ട് എയർ അറേബ്യയുടെ. അങ്ങനെ വന്നാലും മതി. അത് നമുക്ക് നോർമലി ഇങ്ങനെ നോർമൽ ഇത്ര തിരക്കുണ്ടാവാറില്ല. തിരക്കുണ്ടാവാറില്ല. പക്ഷെ ഇന്ന് എന്തോ ഏറ്റവും ബെറ്റർ സിറ്റി ചെക്കിൻ ചെയ്തിട്ട് വരുന്നതായിരിക്കും ബാക്കിയുള്ള അപ്ഡേഷൻ. അതെ, നോർമൽ ഇത്ര തിരക്കുണ്ടാവാറില്ല. പക്ഷെ ഇന്ന് ഇവിടെ എന്തോ ഇഷ്യൂ ഇല്ലാണ്ട് വരുന്നവർ ഓൺലൈൻ ചെക്കിൻ ചെയ്യാൻ നോക്കുക. അതെ, പിന്നെ നമ്മളങ്ങനെ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഓൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു, സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. അതിന് മുന്നേ എടുത്തൊക്കെ എല്ലാവരും ഫേസ് കാണും. എടുക്കാം. ഗൈസ്, ഇതാണ് നമ്മൾ ഫ്ലൈറ്റ്. നമുക്ക് ഫ്രണ്ടിലാണ് സീറ്റ് കിട്ടിയത്. 3ABD. നോർമൽ നമുക്ക് എവിടെ പോകുമ്പോഴും ബാക്കിൽ അല്ലേ, നമുക്ക് ഫ്രണ്ടിൽ കിട്ടിയത്. ഇത് നമുക്ക് ഓട്ടോ ചെക്കിൻ്റെ സമയത്ത് തന്നെ കിട്ടീനി. അതെ, ചെക്കിൻ്റെ സമയത്ത് തന്നെ ഓട്ടോ ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കിട്ടീനി. 8:30 ആവാൻ പോകുന്നു തോന്നുന്നു. നമ്മുടെ അടുത്തെ 1:55. ഇപ്പം 8:30 ആയി. നമ്മൾ അൽമാട്ടിയിലെ 1:55 ആകുമ്പോൾ അൽമാട്ടിയിലെത്തും. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് എയർ അറേബ്യ. ഞാൻ ആദ്യം കയറട്ടെ. എന്നിട്ട് നമ്മൾ ചെക്കിൻ ചെയ്തിട്ട് കിടന്നുറങ്ങും. രാവിലെ നമുക്ക് സിറ്റി പോകും, ഇരുന്നുറങ്ങും. അമ്മോ, നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ഇപ്പോൾ 8:34 8:30 10 മിനിറ്റ് കൂടി. അതെ, 10 മിനിറ്റിൽ എടുക്കും. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു. ഫുഡൊന്നും കഴിക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ലൊരു തിരക്ക് പോലെയായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ കിടന്നുറങ്ങും. ഇനിയിപ്പോൾ അൽമാട്ടിയിലെത്തിയിട്ട് കാണിക്കാം അല്ലേ. അതെ, ഇനി അൽമാട്ടി. നമ്മൾ എന്തോ ഞാൻ കാര്യമായിട്ട് പറയണമെന്ന് വിചാരിച്ചു, മറന്നുപോയി. ശരിക്കും നമ്മളൊന്നിച്ച്, നമ്മൾ മാത്രമല്ല, അശ്വിനിയും വിധോട്ടനും മാമിച്ചും എല്ലാവരും ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അവർക്ക് ഓഫീസിൽ വേറെ സ്റ്റാഫില്ല. അപ്പം വിധോട്ടൻ അങ്ങനെ വിചാരിച്ച പോലെ ലീവ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്കാണെങ്കിൽ 8-ന് മുന്നേ എന്തായാലും പോയേ പറ്റും. 8-ന് മുന്നേ മാധുവിന് എക്സിറ്റ് ആവണം. പിന്നെ നമുക്ക് 4 to 8 ഒരു ട്രിപ്പ് ഗ്രൂപ്പ് ടൂറും ഉണ്ട് ദുബായിക്ക്.
അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്ക് എത്തണം. അവർ 4-ന് രാത്രിയാണ് എത്തുന്നത്. നമ്മൾ 5-ന് വൈകുന്നേരം ഇവിടെ എത്തും. 5-ന് രാത്രി. 5-ന് സിറ്റി ടൂറല്ലേ അവർക്ക്. അത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 6-7 എന്തായാലും നമ്മളിവിടെ ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരില്ലാണ്ട് പോകുന്നത്. പക്ഷെ നമ്മളെല്ലാവരും കൂടിയിട്ട് നെക്സ്റ്റ് ഒരു ട്രിപ്പ് പോകില്ല എന്നിട്ട് കഴിച്ചാൽ. അപ്പോൾ നമ്മൾ എല്ലാവരും റെസ്റ്റ് എടുക്കട്ടെ. വീട്ടിലേക്കെല്ലാം ഒന്ന് വിളിക്കട്ടെ. ഇന്ന് ഫുള്ള് തിരക്കായിരുന്നു. ഒന്ന് വീട്ടിലേക്ക് വിളിക്കാൻ ഒന്നിനും സമയം കിട്ടിയിട്ടാലേ. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. കഴിഞ്ഞാൽ അടുക്കത്തോട്ടേക്കും കൂടി ഒന്ന് വിളിക്കണം. പിന്നെ 2-3 ആൾക്കാരോട് പറയണം. അങ്ങനെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല ടൂർ പോകുന്നത്. അത്ര തന്നെ. അപ്പോൾ ഭയപ്പിന് അൽമാട്ടിയിൽ എത്തിയിട്ട് കാണാം. اجتمعت خلال الاستثمار في مشاريع التعليم والرعاية الصحية ولمعرفة المزيد عن مبادرات سحاب الخير يمكنكم زيارة الصفحة الخاصة بالمبادرة على سكاي تاون كما يمكنكم المساهمة من خلال അതല്ല എത്ര സ്മൂത്ത് ചെക്കിനല്ല എമിഗ്രേഷൻ പ്രൊസീജിയർ. നോ അതർ ഫോർമാലിറ്റീസ്. ഇതാണ് നമ്മുടെ അൽമാട്ടി എയർപോർട്ട്. അൽമാട്ടി എയർപോർട്ടിൽ ഇറ്റ്സ് നൈസ് വൺ. ഇറ്റ്സ് ഗുഡ്. അൽമാട്ടി എയർപോർട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെത്തിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തില്ല. കാരണം കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഫേസ് കാണിക്കണ്ടേ ഗൈസ്. പുറത്തിറങ്ങി നല്ല തണുപ്പുണ്ട്. ബാക്ക് ക്യാമറ കാണിച്ചു തരാം. നമ്മൾ വണ്ടിയുടെ അടുത്ത് പോവാണ്. ജസ്റ്റ് പുറത്തിറങ്ങിയതിൽ എൻ്റെ അമ്മ വറക്കുന്നു. പാൻ്റെല്ലാം ചണ്ടായി ഇവിടെ തോന്നുന്നു. ഒന്ന് അടിച്ചു കാണിക്കോ ഗൈസ്, നോക്കിക്കോ. അങ്ങനെ ഇട്ടല്ലേ. ഇതാണ് നമ്മളെ വണ്ടി. നമുക്ക് ലഗേജ് വെക്കാം. നമ്മളെ പിള്ളേരൊക്കെ കാറിൽ കയറുകയാണ്. നല്ല അടിപൊളി വണ്ടിയാ. നൈസ് നൈസ് നൈസ്. നമ്മുടെ ഇല്ലുമിനാത്തി ഇതാണ് നമ്മളെ ഹോട്ടൽ. നിന്നെ കാണുന്നില്ല. ഗൈസ് പുറം അല്ല, ഹോട്ടലിന്റെ പുറം നല്ല ഉണ്ടല്ലേ. അതെ, ഇതാ ഇത് എത്ര ഡിഗ്രി അറിയില്ല. ഗൈസ് മനുട്ട് പോയി നമ്മൾ ഉള്ളിലേക്ക് പോന്നിട്ടാ. ഗൈസ് ഹോട്ടലിന്റെ പുറം രസമുണ്ടല്ലേ, ഒരു ട്രഡീഷണൽ ടൈപ്പ് പോലത്തെ. അയ്യോ ഗൈസ്, ഇതാണ് ഒരു റൂം. ഓണാക്കാണ്ട് ഇത്ര സമയം വീഡിയോ എടുത്തത്. ഇതാണ് ഒരു റൂം. ഇതേപോലത്തെ സെയിം റൂമാണ് മറ്റൊരു. എന്തായിരുന്നു എന്നോട് പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ അതിവിശാലമായ. നമ്മളിപ്പോ വന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് നടക്കാൻ പോകും ഗൈസ്. അതൊരു റൂം. നെക്സ്റ്റ് റൂം ഇത്.
എന്ത് നമ്മള് റൂമിൽ വന്നു, പുറത്തൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതെ റൂമിൽ വന്നു, സാധനം എല്ലാം റൂമിൽ വെച്ചു. നമ്മൾ വെറുതെ ഒന്ന് തണുപ്പിലേക്ക് ഒന്ന് പോയിട്ട് വരപ്പോ നമ്മളത് ഇത് ഗ്രൗണ്ട് കേട്ടോ. മണ്ണ് നിർത്തിയായിരിക്കും. നമ്മള് 5th ഫ്ലോറിലാണ് റൂം വരുന്നത്. ചെറിയൊരു വിശപ്പുണ്ട്, ചെറുതല്ല, നല്ല വിശപ്പുണ്ട്. പക്ഷെ തേഞ്ഞൂന്ന് വെച്ചാൽ ഇപ്പൊ ഒന്നും ഇല്ല. എല്ലാ കട അടച്ചിട്ടുണ്ട്. 3:30 നടന്നു വന്നിട്ട് കട്ടൻ ചായ വെച്ച് കുടിക്കാം. അതേ ഇല്ലപ്പോ ഒരു വഴി. കിട്ടുമോ? 7 മണിക്ക് ഫുഡ് തുറക്കും. ഞാൻ ചിലപ്പോ പോട്ട് 7 മണിക്ക് തോന്നില്ല ഉറങ്ങുന്നു. ഒരു 3 പ്ലേറ്റ് മേടിച്ചു വെക്കോ? ഇല്ല, മേടിച്ച് വെക്കുന്ന പരിപാടി നമ്മിപ്പോ ഇങ്ങനെ ജസ്റ്റ് വെറുതെ പുറത്ത് നടക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയത്. ഇപ്പൊ സമയം 3:30. പാൻ്റ് ഒരു നനഞ്ഞൊരു ഇത്ര പ്രശ്നം ഉണ്ടായിട്ടാ. ഇതാണ് നമ്മുടെ ഹോട്ടൽ, ഗ്രാൻഡ് എർബൻ ഹോട്ടൽ. പക്ഷെ നല്ല തണുപ്പുണ്ട് കേസ്. ഞാൻ നടക്കാന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയത്, പക്ഷെ ഫുള്ള് ഇരുട്ട് തണുപ്പ്. അതെ തണുപ്പ്. അപ്പൊ നമ്മ വിചാരിച്ചു പോയി റെസ്റ്റ് എടുക്കാം. നല്ല തണുപ്പ്. അതെ, നാളെ ബാക്കി എക്സ്പ്ലോർ ചെയ്യാം. ഹോട്ടലിൽ പറഞ്ഞത് റെസ്റ്റോറൻ്റ് അല്ലേ? ബാക്കി നമുക്ക് നാളെ എക്സ്പ്ലോർ ചെയ്യാം. പോയ പോലെ തന്നെ മടങ്ങി വന്നു. ഒന്ന് 5 ചെക്ക് ചെയ്ത് നമ്മള് ഷാർജ അല്ല, അതല്ല പോയ പോലെ മടങ്ങി വന്നു ഗൈസ്. മനുവേട്ടനെ കാണിച്ചതാ. എന്നെ നോക്കിട്ട് ഞാൻ തന്നെ ഇവിടുത്തെ ഹോട്ടൽസ് കുറച്ച് റേറ്റ് കുറക്കണമായിരുന്നു ഇപ്പൊ ഗൈസ്. അപ്പോൾ നമ്മളിനി കിടക്കാൻ പോകുന്നു. ഇപ്പോൾ സമയം 4:45 അമ്മും അതും റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ അൽമാട്ടിയിലെ ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.